ഇപ്പം നിങ്ങളിവിടെ കാണിക്കുന്ന എൻ്റെ പേര് ഞാനിത് ഹൈഡ് ചെയ്യുന്നില്ല. ഇത് ശരിക്കുള്ള എൻ്റെ പാസ്പോർട്ടിലെ പേരാണ്. സഞ്ജൂസ് നായർ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലും നാട്ടിലും കൂട്ടുകാരും എല്ലാവരും വിളിക്കുന്ന ആ ഒരു പേരാണ്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്ത കഴിഞ്ഞ 2 വീഡിയോകളും മോണിറ്റൈസേഷനെ കുറിച്ചുള്ളതായിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ മോണിറ്റൈസേഷൻ എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്ത് യൂട്യൂബ് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ അപ്രൂവ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. രണ്ടാമത്തെ വീഡിയോയിൽ പാർട്ട് 2 നമ്മുടെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി നമ്മുടെ അക്കൗണ്ടിൽ ഒരു $10 കയറിയതിനു ശേഷം നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം ആ ഒരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. കാരണം വളരെ ഈസിയായി 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇപ്പോൾ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോയും കാണുക. അപ്പോൾ 2 വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ആ വീഡിയോ കാണുക. കാരണം ഈ വീഡിയോയിൽ അത് കഴിഞ്ഞിട്ടുള്ള പാർട്ട് 3 ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ US ടാക്സ് ഇൻഫർമേഷൻ എങ്ങനെ ഫില്ലപ്പ് ചെയ്യാം. കാരണം US ടാക്സ് ഇൻഫർമേഷൻ നമ്മൾ ഫില്ലപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡോളറിൽ നിന്നും US ടാക്സിനനുസരിച്ച് ഒരു 30% അവർ ഡിഡക്റ്റ് ചെയ്യും, ബാക്കിയേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ വലിയ ഒരു എമൗണ്ട് തന്നെ അത് ഡിഡക്റ്റ് ആയി പോകും. അതുകൊണ്ട് US ടാക്സ് ഇൻഫർമേഷൻ ഫില്ലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യവും ഞാൻ മൊബൈലിൽ തന്നെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കാരണം നമ്മളിൽ കൂടുതൽ ആളുകളും മൊബൈലിലാണ് യൂട്യൂബും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ടിൽ പോയി അവിടെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിലേക്ക് പോകും. ഇവിടെ നമ്മൾ ആഡ്സെൻസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ആഡ്സെൻസിൻ്റെ വെബ്സൈറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സൈൻ ഇൻ എന്ന് പറഞ്ഞും കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ സൈൻ ഇനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നതാണ് എങ്ങനെയാണ് നമ്മുടെ ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ നോക്കുക, നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ജിമെയിൽ ഐ ഡികളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഏത് ജിമെയിലാണോ നമ്മുടെ ആഡ്സെൻസ് ഉള്ളത് ആ ജിമെയിലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, എൻ്റെ ആഡ്സെൻസ് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. അത് US ടാക്സ് ഇൻഫർമേഷൻ ഫില്ലപ്പ് ചെയ്യാനുള്ള ആ നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് മാനേജ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ ഫില്ലപ്പ് ചെയ്യാനുള്ള ആ ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ ഞാൻ അങ്ങനെ പോയി നിങ്ങളെ കാണിക്കുന്നില്ല. കാരണം ചിലർക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നില്ലെന്ന് വരാം. അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മളത് എങ്ങനെ ചെയ്യണം ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിനെ ഇച്ചിരി സൂം ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പേയ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, പേയ്മെൻറ്റ്സ് ഇൻഫോ പിന്നെ വെരിഫിക്കേഷൻ ചെക്ക്. ഇതിൽ നമ്മൾ പേയ്മെൻറ്റ്സ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, കുറച്ച് താഴേക്ക് വന്നിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആഡ്സെൻസിൻ്റെ ആ യൂട്യൂബ് PUB നമ്പറും എൻ്റെ പേരും അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളിവിടെ കാണിക്കുന്ന എൻ്റെ പേര് ഞാനിത് ഹൈഡ് ചെയ്യുന്നില്ല. ഇത് ശരിക്കുള്ള എൻ്റെ പാസ്പോർട്ടിലെ പേരാണ്. സഞ്ജൂസ് നായർ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലും നാട്ടിലും കൂട്ടുകാരും എല്ലാവരും വിളിക്കുന്ന ആ ഒരു പേരാണ്. അതിന് താഴെയായിട്ട് മാനേജ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മാനേജ് സെറ്റിംഗ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഇവിടെ നോക്കുക, 2 ഹെഡിങ് ഉണ്ട്, പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, അതിൻ്റെ താഴെയായിട്ട് പേയ്മെൻറ്റ്സ് പ്രൊഫൈൽ. ഇതിൽ പേയ്മെൻറ്റ്സ് പ്രൊഫൈലിൽ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ പേരും ഞാൻ കൊടുത്തിട്ടുള്ള എൻ്റെ അഡ്രസ്സും അവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നോക്കുക, കുറച്ച് സൂം ചെയ്ത് ഇച്ചിരി വലുതാക്കിയിട്ട് നോക്കുക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു പെൻസിൽ ഐക്കോൺ ഉണ്ട്. ഈ പെൻസിൽ ഐക്കോണിനെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കുക, അതിൻ്റെ താഴെയായിട്ട് മാനേജ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഈ സ്ക്രീനിൽ ഇതിനെ കുറച്ച് സൂം ചെയ്തിട്ട് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. ഇവിടെ താഴെയായിട്ട് എൻ്റെ അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നോക്കുക, ആഡ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ആഡ് ടാക്സ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഇവിടെ അവരൊരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഈ ഫോം ഫില്ലപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 15 തൊട്ട് 20 മിനിറ്റിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതല്ല നമ്മൾ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇടയ്ക്ക് വെച്ച് കട്ടായി പോകും. വീണ്ടും നമ്മൾ ആഡ്സെൻസിൽ ലോഗിൻ ചെയ്ത് വീണ്ടും തുടക്കം മുതലേ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് വരേണ്ടി വരും. ഇതിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഫോണിൽ എൻ്റെ ഈ വീഡിയോ പ്ലേ ചെയ്ത് വെക്കുക, മറ്റൊരു ഫോണിൽ നിങ്ങൾ ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ഫോമിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ ജിമെയിൽ ഐഡിയുടെ പാസ്വേഡ് കൊടുക്കാൻ പറയും. അതല്ല നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിന്റ് വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് വെരിഫൈ ചെയ്യാൻ പറയും. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂലി ക്ലിക്ക് ചെയ്തിട്ട് ഫിംഗർ പ്രിന്റ് വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ തൊട്ട് നമ്മൾ ഫോം ഫില്ലപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിംഗ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ആദ്യം അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഈസ്, എൻ്റെ പേര്. ഇവിടെ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇൻഡിവിജ്വൽ ഓർ നോൺ ഇൻഡിവിജ്വൽ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ആർ യു എ സിറ്റിസൺ ഓർ റെസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നമ്മൾ US താമസിക്കുന്ന ആളാണോ അല്ലയോ എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല, നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ നോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ സെലക്ട് WI ടാക്സ് ഫോം ടൈപ്പ്. ഇവിടെ 2 തരത്തിലുള്ള ഫോം അവർ തന്നിട്ടുണ്ട്. രണ്ടും US താമസിക്കാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ഫോമാണ്. കാരണം നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു നമ്മൾ US താമസിക്കാത്ത ആളാണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തേത് W8BN, അത് US താമസിക്കാത്ത ഇൻഡിവിജ്വൽസിനുള്ള ഫോമാണ്. രണ്ടാമത്തേത് W8ECI, അത് US താമസിക്കാത്ത ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവർ നടത്തുന്ന യൂട്യൂബ് ചാനലിൽ കൊടുക്കേണ്ട ആ ഒരു ഫോമാണ് രണ്ടാമത്തേത്. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ സ്വയം നടത്തുന്നതാണ്. നമ്മുടേത് US താമസിക്കാത്ത ഇൻഡിവിജ്വൽ ഫില്ലപ്പ് ചെയ്യേണ്ട ഫോം. അത് ആദ്യത്തെ ഫോമാണ്
WHBEN അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ഫോം ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ എൻ്റെ പേര് ബൈ ഡിഫോൾട്ട് അവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ അത് നമുക്ക് കൊടുക്കാനുള്ളതല്ല, അത് ബിസിനസ് നടത്തുന്ന ആളുകൾ അവരുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആ ഒരു പേര് കൊടുക്കാനുള്ളതാണ്. മൂന്നാമത്തേത് കൺട്രി അല്ലെങ്കിൽ റീജിയൻ ഓഫ് സിറ്റിസൺഷിപ്പ്, അത് നമ്മുടെ ഇന്ത്യയാണ്. നമ്മൾ ആ കോളത്തിൽ നിന്ന് ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ വരുന്നത് ടാക്സ് പെയർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ഫോറിൻ TIN, രണ്ടാമത്തേത് US ITIN. ഇതിൽ നമ്മൾ US വെച്ച് നോക്കുമ്പോൾ നമ്മളാണ് ഫോറിനർ. അപ്പോൾ നമ്മൾ ഫോറിൻ TINൽ നമ്മുടെ പാൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക അഡ്രസ്, അത് ആദ്യത്തേത് പെർമനന്റ് റെസിഡൻസ് അഡ്രസ്. അതിൽ നമ്മൾ ടിക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കുക നമ്മുടെ ഈ അഡ്രസ്സ് കൊടുക്കാനുള്ള കുറേ കോളംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള അഡ്രസ്സിൻ്റെ ഫസ്റ്റ് ലൈൻ കാണിക്കും. അതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കോളങ്ങളും നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള അഡ്രസ്സ് കൊണ്ട് ഫില്ലപ്പ് ആവും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ അത് തന്നെ നമ്മൾ കൊടുക്കുക. പിന്നീടുള്ളത് പോസ്റ്റൽ അഡ്രസ്സ് ആണ്. അപ്പോൾ നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റൽ അഡ്രസ്സ് ഈ സെയിം ആസ് പെർമനന്റ് അഡ്രസ്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സെയിം അഡ്രസ്സ് തന്നെ നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്കും വരും. ഇനി ഇവിടെ ടാക്സ് ട്രീറ്റ്, ഇവിടെ അവർ ചോദിക്കുന്നത് ടാക്സ് റിഡക്ഷൻ കിട്ടാൻ നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ നമ്മൾ എലിജിബിൾ ആണ്, അതുകൊണ്ട് നമ്മൾ യെസ് ഐ എം എലിജിബിൾ ഫോർ എ റെഡ്യൂസ്ഡ് വിത്ത് ഹോൾഡിംഗ് റേറ്റിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെയായിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, കാരണം പല കൺട്രികളുമായിട്ടും US ടാക്സ് ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺട്രിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അതിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഏത് കൺട്രിയിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളത് താഴെ നമ്മൾ ടിക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നോക്കുക, സ്പെഷ്യൽ റേറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഓരോന്നിലും നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓരോന്നിലും നമുക്ക് എത്ര % ആണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതിൽ ആദ്യത്തേത് അതർ കോപ്പിറൈറ്റ് റോയൽറ്റീസ്, അതിൽ നമ്മൾ ടിക്ക് ചെയ്യുക. ഇനി ഇവിടെ താഴെ വന്നിരിക്കുന്ന ഈ കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ആർട്ടിക്കിൾ 12 സെലക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 15% റെഡ്യൂസ്ഡ് ട്രീറ്റ് റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ താഴെ ഏതാണ്ട് ഇവിടെ കൂടെ നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് സർവീസസ് ഓർ അതർ ബിസിനസ് ഇൻകം, അതിൽ ടിക്ക് ചെയ്യുക. ഇവിടെയും താഴെയുള്ള ആർട്ടിക്കിൾ നമ്മൾ ആർട്ടിക്കിൾ 7 അത് സെലക്ട് ചെയ്യുക. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ള ഈ കോളത്തിലും ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 0% റെഡ്യൂസ്ഡ് ട്രീറ്റ് റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനെ താഴെയായിട്ട് ഒരു ടിക്ക് കൂടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഓപ്ഷൻ മോഷൻ പിക്ചർ ആൻഡ് TV റോയൽറ്റീസ്, അതിൽ ടിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ 12 സെലക്ട് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ ടിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 15% റെഡ്യൂസ്ഡ് ട്രീറ്റ് റേറ്റ് സെലക്ട് ചെയ്യുക. ഇതിന് താഴെയായിട്ടുള്ള ആ ഒരു ടിക്ക് കൂടെ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് ഇവിടെ കംപ്ലീറ്റ് ഓപ്ഷൻസ് ആയി. ഇനി നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ 4th പോയിന്റ് ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് പെർഫോംഡ് ഇൻ ദ US. അത് ഇവരിവിടെ ചോദിക്കുന്നത് നമ്മൾ US ഗൂഗിളിന് വേണ്ടി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നോയിൽ ടിക്ക് ചെയ്യുന്നു. അതിൻ്റെ താഴെയായിട്ട് ഐ സർട്ടിഫൈ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള അവിടെയും നമ്മൾ ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അടുത്തത് 5th പോയിന്റ് ടാക്സ് റിപ്പോർട്ടിംഗ്. അത് ഓൾറെഡി ഗോ പേപ്പർലെസ് ടിക്കാണ്. ഇനി അതിൽ ജസ്റ്റ് ഐ അക്സെപ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിലൂടെ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലും കൂടെ ടിക്ക് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി 6th പോയിന്റ് ഡോക്യുമെന്റ് പ്രിവ്യൂ. ഇവിടെ നോക്കാം, നമ്മൾ ഇതുവരെ ഫില്ലപ്പ് ചെയ്ത എല്ലാ എഗ്രിമെന്റ്സും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ ഒരു പ്രിവ്യൂ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ പ്രിവ്യൂവിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം നമ്മുടെ ഫോണിൽ തന്നെ ഒരു സെപ്പറേറ്റ് ടാബിൽ ഇതേപോലെ അത് ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, നമുക്കിത് വീണ്ടും ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫില്ലപ്പ് ചെയ്തതിനെ മാറ്റിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് രണ്ടാമത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഞാൻ മറ്റേ ടാബിലേക്ക് വരുന്നത്, എവിടെയാണോ നമ്മൾ ഫോം ഫില്ലപ്പ് ചെയ്തിരുന്നത് ആ ടാബിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. ഇനി നമ്മളിവിടെ ഐ കൺഫേമിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ കൺഫേമിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ 7th പോയിന്റ് സർട്ടിഫൈ ആൻഡ് സൈൻ. അതിൽ നമുക്ക് രണ്ടിടത്ത് ടിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് മുകളിലുള്ള ഇവിടെ നമ്മളൊന്ന് ടിക്ക് ചെയ്യുക. ഇനി കുറച്ച് താഴേക്ക് വന്നിട്ട് നോക്കുക, ഇവിടെ ഐ സർട്ടിഫൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ ടിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക 1st ജനുവരി എന്ന് പറഞ്ഞിട്ട് അവർ ഇയർ 2020 ആണ് കൊടുത്തേക്കുന്നത്. ഞാനത് 2025 ആക്കുന്നു. ഇനി ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഡേറ്റിൽ ഞാൻ ഇന്നത്തെ ഡേറ്റ് അത് ഞാൻ 04/07/2025 എന്ന് കൊടുക്കുന്നു. ഇനി ലാസ്റ്റ് ഇവിടെ നോക്കുക, യെസ് ഐ ആം ദ ബെനിഫിഷ്യൽ ഓണർ നെയിംഡ് ഇൻ ദ ടാക്സ് ട്രീറ്റി സെക്ഷനിൽ നമ്മൾ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ നോക്കുക, നമ്മുടെ പേരും അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളവിടെ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, യുവർ ടാക്സ് ഇൻഫോ ഹാസ് ബീൻ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് ഫോം WHBN അതിന്റെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞും കാണിക്കുന്നുണ്ട്. അപ്പോൾ US ടാക്സ് ഇൻഫർമേഷൻ നമ്മളിപ്പോൾ ഫില്ലപ്പ് ചെയ്ത് അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് വളരെ ഈസിയായി തന്നെ ഇതിനെ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ടൈമിങ്ങിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം. അതേപോലെ അബദ്ധത്തിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ വീണ്ടും ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് ആരും പേടിക്കുകയും വേണ്ട. അപ്പോൾ മോണിറ്റൈസേഷനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ്. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.